ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമഗ്രം സമ്പൂർണ്ണമായിക്കൊണ്ട് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1 കം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഉറപ്പായും പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് PSC മുൻപ് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ വസ്തുതകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു ചോദ്യം എടുത്ത് അതിന്റെ വിശകലനം നമ്മൾ ചെയ്യുകയാണ്. കൂടാതെ അതിന്റെ ഓപ്ഷൻസും ഒക്കെ നമ്മൾ പഠിച്ചു പോവുകയാണ്. കാരണം ഇനിയൊരു പരീക്ഷയിൽ ഈ ചോദ്യങ്ങളിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകളിലെ ഏതെങ്കിലും ഒന്ന് ചോദ്യമായി വന്നാൽ നമ്മൾ അവ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രത്യേക സെഷൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സീരീസ് പോലെ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് രണ്ടാമത്തെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ വിശകലനങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ സന്താൽ കലാപം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ 1854, 1855, 1855, 1856, 1856, 1857, 1857, 1858. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1855, 1856 എന്നതാണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ. എന്താണ് ഗോത്ര ജനത നടത്തിയ കലാപം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഈ സന്താൽ കലാപം എന്ന് പറയുന്നത് ഗോത്ര ജനത നടത്തിയ കലാപമാണ്. ഇതിന് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ, അതായത് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ സന്താൽ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സന്താൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ബംഗാള്, ബീഹാർ, ജാർഖണ്ഡ്. ഓർക്കുക, ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സന്താൾമാർ. അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ്, അതായത് ഈ സന്താൾമാർ ജീവിച്ചിരുന്ന താഴ്വര ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജ്മഹൽ കുന്നുകളാണ്. അപ്പൊ രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനത ഏതാണ്? അത് സന്താൾമാരാണ്. സന്താൾമാർ ഈ രാജ്മഹൽ കുന്നുകൾ ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന ഒരു താഴ്വരയാണെന്ന് കൂടി മനസ്സിലാക്കുക. രാജ്മഹൽ കുന്നുകളിലാണ് സന്താൾമാർ ജീവിച്ചിരുന്നത്. ഇനി സന്താൽ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ചോദിച്ചാൽ സിദ്ധു, കാനു എന്നിവരാണ്. സിദ്ധു, കാനു എന്നിവരാണ് സന്താൽ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പാഠപുസ്തകത്തിൽ സന്താൽ കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന രണജിത് ഗുഹ രചിച്ച ഒരു കൃതി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്നാണ്. എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്നാണ് ആ ഒരു കൃതിയുടെ പേര്. അത് രചിച്ചത് രണജിത് ഗുഹയാണ്. ആരാണ്? രണജിത് ഗുഹ. പാഠപുസ്തകത്തിലുള്ളതാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഉള്ളതാണിത്. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയതെന്ന് പറഞ്ഞത് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് ആണ്. ഒന്നുകൂടി നോക്കുക. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്ര ജനത നടത്തിയത്. ഇത് പറഞ്ഞത് K. സുരേഷ് സിംഗ് എന്ന് പറയുന്ന ചരിത്രകാരനാണ്. ഇനി ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ എന്തൊക്കെയായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പുനംകൃഷി, അതുപോലെ വേട്ടയാടൽ തുടങ്ങിയവയായിരുന്നു. ഒന്നുകൂടി, വനവിഭവങ്ങൾ ശേഖരിക്കല്, അതുപോലെ കന്നുകാലി വളർത്തല്, പുനംകൃഷി, വേട്ടയാടൽ തുടങ്ങിയവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. അപ്പൊ സന്താൽ ജനതയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സന്താൽ കലാപവുമായി ബന്ധപ്പെട്ട ഓർക്കുക, ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് വരും. ഇതാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണെന്നാണ്? 55, 56, 1855, 1856 വർഷങ്ങളിലാണ്. ആരാണ്? സന്താൽ ഗോത്ര ജനതയാണ് നടത്തിയത്. ഈ സന്താൾമാർ ജീവിച്ചിരുന്ന താഴ്വര ചോദിച്ചാൽ അത് രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിലാണെന്ന് ഓർക്കുക. പ്രധാന നേതാക്കൾ സിദ്ധുവും കാനുവുമാണ് എന്നുകൂടി അവിടെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ 3 പോയിന്റുകൾ, അതായത് ഈ സിദ്ധു, കാനു, രാജ്മഹൽ കുന്നുകൾ, അതുപോലെ സന്താൽ ഗോത്ര ജനത 1855, 56 കാലഘട്ടത്തിലാണിത് നടന്നതെന്ന് കൂടി ഒന്ന് വ്യക്തമായി പഠിച്ചു വെക്കുക. അടുത്തത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വേണം പറയാം. നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഡൽഹി, മദ്രാസ്, ബംഗാൾ, ബോംബെ. ഏതാണ്? ബംഗാളാണ്. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. നമുക്ക് ബംഗാൾ വിഭജനമൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെ ഒന്നും കൂടി നോക്കാം. ബംഗാൾ വിഭജിച്ചതാരാണ്? അല്ലെങ്കിൽ വിഭജിച്ചത് എന്നാണ്? 1905 ജൂലൈ 20-നാണ് ബംഗാൾ വിഭജിച്ചത്. 1905
ജൂലൈ 20 ബംഗാൾ വിഭജിച്ചു. എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 ഓർക്കുക, ബംഗാൾ വിഭജിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത് 1905 ജൂലൈ 20 എന്നാൽ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. 1905 ജൂലൈ 20 കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തുന്നത്. എന്നാൽ 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? അത് മിന്റോ രണ്ടാമനാണ്. അപ്പോഴത്തേക്ക് കഴ്സൺ മാറി, പകരം മിന്റോ രണ്ടാമനാണ് ആ ഒരു സമയത്ത് നമ്മുടെ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത്. അപ്പൊ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി 1905 ജൂലൈ 20 ഓർക്കുക, നോട്ട് ചെയ്യുക. ആ സമയത്ത് കഴ്സൺ പ്രഭുവാണ്. എന്നാൽ 1905 ഒക്ടോബർ 16 ഈ ഒരു വിഭജനം നിലവിൽ വരുമ്പോൾ മിന്റോ രണ്ടാമനായിരുന്നു ഉണ്ടായിരുന്നു ഓർക്കുക. ഇനി ബ്രിട്ടീഷ്, അതായത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണ് ഈ ഒരു ഒക്ടോബർ നമ്മുടെ ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന ആ ദിനം വിലാപ ദിനമായി ആചരിച്ചിട്ടുണ്ട്. അതേതാണ്? ഒക്ടോബർ 16 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ആ ദിവസം എന്ത് ചെയ്തു? ഇന്ത്യയിലെ ആളുകൾ വിലാപ ദിനമായി ആചരിച്ചു, പ്രത്യേകിച്ച് ബംഗാളിലെ ആളുകൾ. ഇനി ഈ ഒരു ദിവസം ഒക്ടോബർ 16 രാഖി ബന്ധൻ അല്ലെങ്കിൽ രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് രാഖി ദിനമായി ആചരിക്കാൻ ഒക്ടോബർ 16 തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒക്ടോബർ 16 രാഖി ബന്ധൻ അല്ലെങ്കിൽ രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ച ഒരു നേതാവുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ കവി കൂടിയായ രവീന്ദ്രനാഥ് ടാഗോർ. ഇപ്പൊ രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഏത് ദിവസം? ഒക്ടോബർ 16. വിഭജനം നിലവിൽ വരുന്ന ഒക്ടോബർ 16. ഇനി ഈ ഒരു വിഭജന കാലത്താണ് ടാഗോർ ഒരു പ്രശസ്തമായ ഒരു കവിത രചിച്ചത്. അതിന്റെ പേരാണ് അമർ സോന ബംഗ്ല. പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറിയ അമർ സോന ബംഗ്ല രചിച്ചത് 1905 ബംഗാൾ വിഭജന കാലത്താണെന്ന് കൂടി ഓർക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയി തന്നെ അത് നോട്ട് ചെയ്തു പോവുക. ഇനി വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ വീണ ബോംബ് എന്നാണ് സുരേന്ദ്രനാഥ ബാനർജി വിശേഷിപ്പിച്ചത്. ഇനി 1905 വിഭജിച്ച ഈ ഒരു ബംഗാളിന്റെ ഈ ഒരു വിഭജനം റദ്ദാക്കിയ വർഷം 1911 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ചോദിച്ചാൽ ഹർഡിഞ്ച് പ്രഭു രണ്ടാമനാണ്. ഹർഡിഞ്ച് രണ്ടാമനാണെന്ന് മനസ്സിലാക്കുക. ഈ 1905 വിഭജനത്തെ തുടർന്ന് ഇന്ത്യ ആകെ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് സ്വദേശി പ്രസ്ഥാനം. അതായത് 1905 ഈ ഒരു വിഭജനത്തെ തുടർന്ന് ഇന്ത്യ ആകെ അലയടിച്ച ഒരു പ്രസ്ഥാനം, അതായത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, വന്ദേ മാതരം പ്രസ്ഥാനം. ഇതാണ് വന്ദേ മാതരം പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ മുഴുവൻ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു പാട്ട്, ആ ഒരു സോങ്. അതുകൊണ്ട് തന്നെയാണ് സ്വദേശി പ്രസ്ഥാനം വന്ദേ മാതരം പ്രസ്ഥാനം എന്ന് കൂടി അറിയപ്പെടുന്നത് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു സമയത്താണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നല്ലൊരു ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. അടുത്തൊരു ചോദ്യമാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1857 ഫെബ്രുവരി 10, 1857 മാർച്ച് 10, 1857 ഏപ്രിൽ 10, 1857 മെയ് 10. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 1857 മെയ് 10 മീററ്റിലാണ് ഇത് ആരംഭിക്കുന്നത്. 1857 മെയ് 10. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1857 മെയ് 10 വളരെ ഇമ്പോർട്ടന്റ് ആയി ഓർത്ത് വെക്കുക. എവിടെയാണ് ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്? മീററ്റിലാണ്. മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് മീററ്റ് സ്ഥിതി ചെയ്യുന്നത് ഓർക്കുക. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേര് ശിപായി ലഹള എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ശിപായി ലഹള എന്നറിയപ്പെടുന്നുണ്ട്. മീററ്റിലാണ് ആരംഭിക്കുന്നത് മനസ്സിലാക്കുക. ഇനി 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും ആ കമ്പനിക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ശിപായിമാർ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആരൊക്കെയാണ്? കമ്പനി പട്ടാളത്തിലെ ശിപായിമാർ, അതുപോലെ ദത്തവകാശ നിരോധന നിയമപ്രകാരം അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാരൊക്കെ എന്ത് ചെയ്തു? സമരത്തിന് നേതൃത്വം കൊടുത്തു. ഈ സമരത്തിന്റെ പെട്ടെന്നുള്ള കാരണം ചോദിച്ചാൽ, ഒന്ന് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു. ഈ തോക്കുകൾ ഉപയോഗിക്കുന്ന തിര പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന ഒരു വാർത്ത കൂടി ആ സമയത്ത് പറഞ്ഞു. അതായത് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു, എന്നാൽ ഈ തോക്കിൽ ഉപയോഗിക്കുന്ന തിര നിർമ്മിക്കുന്നതിൽ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത
ആ സമയത്ത് പരന്നു. കൂടാതെ ശിപായിമാർക്ക് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ കഴിക്കാൻ കൊടുത്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് നിർമ്മിച്ചതെന്നും അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സംഭവമാണ് വരുന്നതെന്നും എന്ത് ചെയ്തു, അതും ഇങ്ങനെ വാർത്തയായി പടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഇങ്ങനെ ഇത് ശിപായിമാർക്കിടയിൽ അത്യന്തം ഒരു കടുത്ത അമർഷം തന്നെ ഉണ്ടായി. ഇങ്ങനെ അത് എന്ത് ചെയ്തു, 1857 മെയ് 10 എന്താണ്, അതിങ്ങനെ പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഈ പൊട്ടിത്തെറി ആദ്യമായി നടത്തിയത് അല്ലെങ്കിൽ ശിപായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർത്തിയതാരാണ്, അത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ വളരെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കുക. 1857 സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി, ആദ്യത്തെ രക്തസാക്ഷി ചോദിച്ചാലും ഉത്തരം മംഗൾ പാണ്ഡെയാണ്. അപ്പൊ ശിപായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെ വ്യക്തമായി ഓർക്കുക. ആദ്യത്തെ രക്തസാക്ഷി കൂടിയാണ് മംഗൾ പാണ്ഡെ. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്, നമ്മൾ പറഞ്ഞു മീററ്റിലാണ്. ഇനി കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അതായത് ഇങ്ങനെയുള്ള കലാപകാരികൾ എന്ത് ചെയ്തു, ഇവരും നാട്ടുരാജാക്കന്മാരൊക്കെ കൂടി ഇന്ത്യക്കൊരു നമ്മുടെ ചക്രവർത്തി വേണമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ ഒരു ചക്രവർത്തിയെ തിരഞ്ഞെടുക്കാൻ ആ സമയത്ത് മുഗൾ റൂളർ ആയിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെയാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ബഹദൂർ ഷാ സഫർ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ബഹദൂർ ഷാ സഫർ ആണ്. ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്തു, ഡൽഹിയിൽ നമ്മുടെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചു. ഇനി പ്രധാന കലാപ കേന്ദ്രങ്ങളും നേതാക്കന്മാരുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതലായി ചോദിച്ചേണ്ട ഒരു ചോദ്യം കൂടിയാണ്. നമുക്ക് ചേരുംപടി ചേർക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ന കേന്ദ്രവുമായി ബന്ധപ്പെടുന്ന നേതാവ് ആരാണെന്ന് ചോദിക്കും, എല്ലാം ചോദിക്കും. അപ്പൊ അത് വ്യക്തമായി ഓർത്ത് വെക്കുക. ഇനി കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഝാൻസിയിലേക്ക് പോകണമെന്ന് നമുക്കറിയാം, റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. അലഹബാദിലേക്ക് വരുമ്പോൾ ലിയാഖത്ത് അലി ഖാൻ. മീററ്റില് കദം സിംഗ്. മധുര ദേവി സിംഗ് ആണ് മധുരയിൽ. ഡൽഹിയിൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഫൈസാബാദിലേക്ക് വന്നാൽ മൗലവി അഹമ്മദുള്ളയാണ്. ഗ്വാളിയോറിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയുമാണ്. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ ആണ്. കോട്ടയിൽ ജയ് ദയാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ ലക്നൌവിലേക്കാണെങ്കിൽ ബീഗം ഹസ്രത് മഹൽ ആണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. നമ്മൾ പറഞ്ഞു മൗലവി അഹമ്മദുള്ള. ഇനി ബീഹാർ എന്നിവിടങ്ങളിൽ കൻവർ സിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ നേതാക്കന്മാരും ഈ കേന്ദ്രവും എന്ത് ചെയ്യുക, വ്യക്തമായി പഠിക്കുക. ഇതിൽ പഠിക്കേണ്ടത് ലക്നൗ ചോദിച്ചിട്ടുണ്ട്, ഫൈസാബാദ് ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഡൽഹി ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഗ്വാളിയോർ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഝാൻസിയും അതുപോലെ കാൺപൂരും നമുക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഇത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഇനി മധുരയിൽ ദേവി സിംഗ് ഒക്കെ ഓർത്തു വെക്കുക. അലഹബാദിൽ ലിയാഖത്ത് അലി ഖാൻ ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വെക്കുക. ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ നേതാക്കന്മാർ പല സ്ഥലത്തും അക്രമത്തിന് നേതൃത്വം കൊടുത്തു. ഇതൊക്കെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ അടിച്ചമർത്തു. ഓരോ സ്ഥലങ്ങളും ഓരോ നേതാക്കന്മാരുടെ കീഴിൽ എന്ത് ചെയ്തു, അടിച്ചമർത്തപ്പെട്ടു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഈ കലാപം അടിച്ചമർത്തുകയും ഇന്ത്യയുടെ ചക്രവർത്തിയെ അവരോധിച്ച ബഹദൂർ ഷാ സഫറിനെ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്തു, റങ്കൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. എവിടത്തേക്ക്, റങ്കൂണിലേക്ക്. അപ്പൊ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എവിടത്തേക്കാണ്, റങ്കൂണിലേക്കാണ്. ഈ കലാപങ്ങൾ, അതായത് 1857 കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ശിപായി ലഹള എന്നറിയപ്പെടുന്ന ഈ ഒരു നമ്മുടെ കലാപം പരാജയപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ കലാപങ്ങൾക്കൊന്നും സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നതാണ്. പലരും പലയിടത്തും അവർക്ക് തോന്നിയ പോലെ ആയിരുന്നു ഈ ഒരു കലാപം അഴിച്ചുവിട്ടത്. അവർക്ക് തോന്നിയപ്പോൾ പ്രതിഷേധിക്കും, അങ്ങനെ പല കാര്യം. പിന്നെ കുറച്ച് നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ ഈ കമ്പനിയോട് അടുപ്പമുള്ള ആളുകൾ എന്ത് ചെയ്തു, കമ്പനിക്കൊപ്പം നിന്നു. അവര് എന്ത് ചെയ്തു, ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും, അതായത് ഒരു കൃത്യമായ സംഘടിത ഒരു സ്വഭാവം കൈവരുത്താൻ ഈ ഒരു കലാപങ്ങൾക്ക് കഴിഞ്ഞില്ല. അതാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. ഓക്കെ, ഇനി അടുത്തത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മൗലാന അബ്ദുൽ കലാം ആസാദ്, മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം അതിർത്തി ഖാൻ എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി
ഇനി വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ചോദിച്ചാലും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതായത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതായത് നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി. പെഷാവാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. പെഷാവാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതുപോലെ ചുവന്ന കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗുദായി ഖിദ്മത്കാർ. ഗുദായി ഖിദ്മത്കർ എന്ന് പറയുന്നത് ചുവന്ന കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന സംഘടനയാണ്. ഈ ഗുദായി ഖിദ്മത്കർ സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഈ ഗുദായി ഖിദ്മത്കർ സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വിദേശി ചോദിച്ചാലും ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓർത്തു വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അതുപോലെ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്, മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ചോദിച്ചാലും ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അതിന്റെ ഉത്തരവും നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നമ്മുടെ പരീക്ഷകളിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അതുപോലെ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 എന്ത് ചെയ്തു? ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം എപ്പോഴാണ്? നവംബർ 11. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദുമായി കടന്നു വരുന്നുണ്ട്. ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നു. നവംബർ 11 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്നുകൂടി ഓർത്തുക. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച ഉറുദു വാരികകൾ ചോദിച്ചാൽ ഒന്നാണ് ലിസാൻ സിദ്ദിഖ്. അത് സത്യനാഥം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഉറുദു പേരാണ് ലിസാൻ സിദ്ദിഖ് എന്ന് പറയുന്നത്. അതുപോലെ അൽ ഹിലാൽ, അൽ ബലാഗ് എന്നിങ്ങനെ ആരംഭിച്ചത് അബ്ദുൽ കലാം ആസാദ് ആണ്. അൽ ഹിലാൽ എന്നും അൽ ബലാഗ് എന്ന രണ്ട് വാരികൾ ആരംഭിച്ചതാരാണ്? അൽ ഹിലാൽ അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെടുന്നതാണെന്ന് ഓർത്തു വെക്കുക. ഇനി ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗിന്റെ നേതാവ് ചോദിച്ചാൽ അത് മുഹമ്മദ് അലി ജിന്നയാണ്. ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. അതുപോലെ 1916 ലക്നൗ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയതും മുഹമ്മദ് അലി ജിന്നയാണ്. 1916 ലക്നൗ സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 1907 സൂററ്റ് സ്പ്ലിറ്റോടെ രണ്ടായി പിരിഞ്ഞ മിതവാദികളും തീവ്രവാദികളും ഒന്നായ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാലും അത് ലക്നൗ സമ്മേളനം 1916 ആണ്. ഈ ഒരു ലക്നൗ സമ്മേളനത്തിൽ ചേർന്ന ഒരു ഉടമ്പടി ഉണ്ട്. അതായത് മുസ്ലിം ലീഗും ഇവരും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുന്ന ഒരു ഉടമ്പടി. ആ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. അതുപോലെ ഡോൺ എന്ന പത്രം ആരംഭിച്ചതും മുഹമ്മദ് അലി ജിന്നയാണ്. ഡോൺ എന്ന് പറയുന്ന പത്രം ആരംഭിച്ച വ്യക്തി ചോദിച്ചാൽ അതും മുഹമ്മദ് അലി ജിന്നയാണ് എന്ന് മനസ്സിലാക്കുക. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരവും മുഹമ്മദ് അലി ജിന്നയാണ്. അതുപോലെ അൽ അമീൻ പത്രം ആരംഭിച്ചത് ആരാണ്? അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. 1924 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചിരിക്കുന്നു. അൽ അമീൻ. അൽ ഹിലാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. എന്നാൽ അൽ അമീൻ വരുമ്പോൾ അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായി മാറും. നമ്മൾ പറഞ്ഞു അൽ ഹിലാൽ ആരാണെന്നും അൽ അമീൻ ആരാണെന്നും വ്യക്തമായി പഠിക്കുക. അതുപോലെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. എന്താണ്? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അതുപോലെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നതും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. എന്നാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ നമ്മുടെ INA പ്രവൃത്തിയിൽ ആകൃഷ്ടനായി ഈ ഒരു INA ചേർന്ന ഒരു മലയാളി ഉണ്ട്. അത് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എഴുതേണ്ടത്. അവിടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ല. പക്ഷെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഗാന്ധിമാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ ബർദോളി ഗാന്ധി ആരാണ്? നമ്മൾ കുറച്ച് ദിവസങ്ങളായി പഠിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചതാണ്. അത് സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ബർദോളി ഗാന്ധി. ഇനി ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ബാബ ആംതെ. ബാബ ആംതെയാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഈ ഡൽഹി ഗാന്ധി ഉണ്ട്. ഡൽഹി ഗാന്ധിയാണ് K കൃഷ്ണൻ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര കൃഷ്ണൻ
നായരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നു. അതുപോലെ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് മയ്യഴി ഗാന്ധി ആരാണ്? അത് IK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ, മയ്യഴി ഗാന്ധി. ഇനി യങ് ഗാന്ധി ചോദിച്ചാൽ അത് ഹരിലാൽ ഗാന്ധിയാണ്. യങ് ഗാന്ധി ആരാണ്? അത് ഹരിലാൽ ഗാന്ധിയാണ്. വാസ്തുവിദ്യാ ഗാന്ധി, വാസ്തുവിദ്യയുടെ എല്ലാമായ ലാറി ബേക്കറാണ് വാസ്തുവിദ്യാ ഗാന്ധി എന്നറിയപ്പെടുന്നത്. അമേരിക്കൻ ഗാന്ധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അമേരിക്കൻ ഗാന്ധി എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. മാർട്ടിൻ ലൂതർ കിങ് ആണ് അമേരിക്കൻ ഗാന്ധി. കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്തയാണ്. കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്ത. കെനിയ എന്നുള്ളതിന്റെ അതിൽ തന്നെ കെനിയുണ്ട്, കെനിയാത്ത. ശ്രീലങ്കൻ ഗാന്ധി AT അരിയരത്നെ. അരിയരത്നെ ഒരു തമിഴ് ടച്ചുള്ള പേരുകളാണ്. അങ്ങനെ ശ്രീലങ്കൻ ഗാന്ധിയാണ്. അരിയരത്നെ എന്നൊക്കെ വരുമ്പോൾ എന്താണത്? ശ്രീലങ്കൻ ഗാന്ധിയാണ്. നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്കറിയാം പല പേരുകളും ഇത്തരത്തിലുള്ളതാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് കളിക്കാരുടെ. അപ്പോൾ ശ്രീലങ്കൻ ഗാന്ധി എന്ന് പറയുമ്പോൾ AT അരിയരത്ന എന്ന് കൂടി അങ്ങ് ഓർത്തു വെക്കുക. അപ്പൊ ഇത് ഓർത്തു വെക്കുക. ബർദോളി ഗാന്ധിയെയും മയ്യഴി ഗാന്ധിയെയും ഡൽഹി ഗാന്ധിയും അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി അടുത്തത് അഞ്ചാമത്തെ ഒരു ചോദ്യമാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ഗോവ. ഉത്തരം ഓപ്പറേഷൻ വിജയ് ആണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്ന ഗോവ വീണ്ടെടുക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ആ ഒരു മുന്നേറ്റമാണ് ഓപ്പറേഷൻ വിജയ് എന്ന് അറിയപ്പെടുന്നത്. ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ സ്വതന്ത്രമായത് 1961 ഡിസംബർ 19 അപ്പൊ 1961 ഡിസംബർ 19 ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് സ്വതന്ത്രമായത്. 1961 ഡിസംബർ 19. ഇനി ഈ ഡിസംബർ 19 എന്തായി ആചരിക്കുന്നു? ഗോവയുടെ വിമോചന ദിനമായാണ് ഡിസംബർ 19 ആചരിക്കുന്നത്. ഗോവ വിമോചന ദിനമായി ഡിസംബർ 19 ആചരിക്കുന്നു. അതുപോലെ ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? മലയാളിയായ VK കൃഷ്ണമേനോനാണ് ആ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത്. ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനാണെന്ന് ഓർക്കുക. ഇനി ഖാലിസ്ഥാൻ തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സായുധ സേന 1984 പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെടുന്നത്. എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ? ഖാലിസ്ഥാൻ തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സായുധ സേന 1984 പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെടുന്നു. ഇനി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ തുടർന്നാണ് സിഖുകാർ എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധിക്കെതിരെ തിരികെയും കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരാൽ വെടിയേറ്റ് മരിക്കുകയും ചെയ്തതൊക്കെ ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ അനന്തരഫലമായാണെന്ന് ഓർക്കുക. അപ്പൊ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയത്. എവിടെയാണ്? പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലാണ് നടത്തിയത്. ഖാലിസ്ഥാൻ തീവ്രവാദികളെ പുറത്താക്കാനാണ്. ഇനി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ നീക്കം ചെയ്യാൻ NSG നടത്തിയ നടപടിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ നീക്കം ചെയ്യാൻ NSG നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്നറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. ഓക്കെ. അതുപോലെ 1984 സിയാച്ചിനിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ മേഘദൂത്. 1984 സിയാച്ചിനിൽ എന്ത് ചെയ്തു? ഇന്ത്യൻ സേന ഒരു സൈനിക നടപടി നടത്തിയിട്ടുണ്ട്. അത് ഓപ്പറേഷൻ മേഘദൂത് എന്നറിയപ്പെടുന്നു. അതുപോലെ 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ നടപടി ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ വിജയ് എന്ന് തന്നെയാണ് 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയും അറിയപ്പെടുന്നത്. ഇനി യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ഗംഗ എന്താണ്? യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി. ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടത്തിയ ഒരു ഓപ്പറേഷനാണ്, ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി. അതുപോലെ ഓപ്പറേഷൻ കാവേരി ഉണ്ട്. ഓപ്പറേഷൻ കാവേരി എന്താണ്? ഓപ്പറേഷൻ കാവേരി സുഡാനിൽ കുടുങ്ങിയ ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടത്തിയ ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ കുടുങ്ങിയ ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടത്തിയ ഓപ്പറേഷൻ കാവേരി എന്നറിയപ്പെടുന്നത്. വ്യക്തമായി തന്നെ പഠിച്ച് പോവുക. ഓക്കെ. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആര്? നമ്മുടെ പരീക്ഷകളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാ പരീക്ഷകളിലും എല്ലാ ചോദ്യപേപ്പറുകളിലും ഒരു ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. വ്യക്തമായി ഇത് പഠിച്ചു വെച്ചാൽ നമുക്കൊരു മാർക്ക് ഇവിടെ നഷ്ടപ്പെടില്ല. ഓക്കെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു. ഉത്തരം ഫസൽ അലി എന്നാണ്. ഫസൽ അലി എന്നതാണ് ഇതിന്റെ ഉത്തരം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപം കൊണ്ടത് 1953 1953
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ഈ ഒരു കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫസൽ അലിയാണ്. ഫസൽ അലി. ഈ ഒരു കമ്മീഷനിൽ ഉണ്ടായിരുന്ന മറ്റ് അംഗങ്ങൾ ചോദിച്ചാൽ സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നാണ്. സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരാണ് മറ്റ് അംഗങ്ങളായി ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി ഈ ഫസൽ അലി കമ്മീഷൻ 1953 രൂപം കൊണ്ടു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കമ്മീഷൻ എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? 1955. 1955 എന്ത് ചെയ്തു? ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956 ഈ 56 7ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ 3, 4 ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. അതായത് 1956 ഭരണഘടനയുടെ 7ാം ഭേദഗതി പ്രകാരം 3, 4 ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം എന്ത് ചെയ്തു? നിലവിൽ വന്നത്. ഈ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആ സമയത്ത് നിലവിൽ വരുന്നത്. ഇനി 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതായത് കോൺഗ്രസ് തീരുമാനിച്ചു. 1920 നാഗ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട 1948 രൂപീകരിച്ച ഒരു ഏകാംഗ കമ്മീഷൻ ഉണ്ട്. അതാണ് SK ധർ കമ്മീഷൻ. അപ്പൊ SK ധർ കമ്മീഷൻ എന്താണ്? സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. 1948 രൂപീകരിച്ച ഒരു ഏകാംഗ കമ്മീഷനാണ് SK ധർ കമ്മീഷൻ. എന്നാൽ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ച ഒരു കമ്മീഷൻ ഉണ്ട് 1948 തന്നെ. അതാണ് JVP കമ്മീഷൻ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ അല്ലെങ്കിൽ ഒരു നിയമിച്ച ഒരു കമ്മീഷനാണ് JVP കമ്മീഷൻ. അത് 48 ഈ JVP കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അതാണ് J ജവഹർലാൽ നെഹ്റു, V നമ്മുടെ വല്ലഭായ് പട്ടേൽ, അതുപോലെ P പട്ടാഭി സീതാരാമയ്യ. JVP ഇങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ് നമുക്ക് ജവഹർലാൽ വല്ലഭായ് പട്ടാഭി സീതാരാമയ്യ JVP കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നു. ഇനി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ആന്ധ്ര അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് 1953 1953 ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാകുന്നത്. ഈ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് മരണപ്പെട്ട വ്യക്തി ചോദിച്ചാൽ അത് പോറ്റി ശ്രീരാമലുവാണ്. പോറ്റി ശ്രീരാമലു എന്ത് ചെയ്തു? തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ഒരു സംസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് 58 ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാരം അനുഷ്ഠിച്ചു. അങ്ങനെ മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. പോറ്റി ശ്രീരാമലു. ഇനി അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം. ആരുടെ പ്രഖ്യാപനമാണ്? ഗാന്ധിജി, സർദാർ പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്. ഇത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ മറ്റൊരു വാക്കാണ് അന്യരുടെ പരിശ്രമം കൊണ്ട് വരുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞു. അന്യരുടെ പരിശ്രമം കൊണ്ട് വരുന്ന സ്വാതന്ത്ര്യം അത് സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞത് ആരാണ്? അതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച വ്യക്തി ചോദിച്ചാലും സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ ദേശ് നായക് എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിച്ചാലും ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ദേശ് നായക് എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നത്. അതുപോലെ വാട്ട് ഹാപ്പൻഡ് ടു നേതാജി, വാട്ട് ഹാപ്പൻഡ് ടു നേതാജി എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ആനന്ദ ദർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആനന്ദ് ദർ. വാട്ട് ഹാപ്പൻഡ് ടു നേതാജി. ഇനി INC അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് നമ്മുടെ ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറുന്നത്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റായി സുഭാഷ് ചന്ദ്രബോസ് മാറുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു എന്നുകൂടി മനസ്സിലാക്കുക. ഇനി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം ചോദിച്ചാൽ തൊട്ടു മുന്നിലത്തെ 1938 ഹരിപുര സമ്മേളനമാണ്. 1938 ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത്. തൊട്ട് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 39 ത്രിപുരി സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് കൂടി അദ്ദേഹമായി മാറി. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെക്കുറിച്ച് 2-3 കമ്മീഷൻസ് സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം ഇന്നും കാണാമറിയത്താണ്. അദ്ദേഹം ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും ആർക്കും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിരവധി കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസ് കമ്മീഷൻ ആണ്.
ഗോസ്ല കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. ഷാനവാസ് കമ്മീഷൻ, ഗോസ്ല കമ്മീഷൻ, മുഖർജി കമ്മീഷൻ എന്നിവ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകളാണെന്ന് മനസ്സിലാക്കുക. ഇനി നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ അഭിസംബോധന ചെയ്തത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയാണ്. അതുപോലെ ഗാന്ധിജിയെ തിരികെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. നേതാജി എന്ന് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ അഭിസംബോധന ചെയ്തു, എന്നാൽ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ സുഭാഷ് ചന്ദ്രബോസും അഭിസംബോധന ചെയ്തു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ചോദിച്ചാൽ അത് CR ദാസ് ആണ്. CR ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു. ഇനി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അതാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ ദണ്ഡി മാർച്ച് ഉണ്ട്. ഈ ദണ്ഡി മാർച്ചിനെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള മാർച്ചിനോട് താരതമ്യപ്പെടുത്തിയത് ചോദിച്ചാലും സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതായത് ദണ്ഡി മാർച്ചിനെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള മാർച്ചിനോട് താരതമ്യപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ന് മനസ്സിലാക്കുക. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നാണ് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 30 എന്താണ്? ദേശ് പ്രേം ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 ദേശ് പ്രേം ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ ദേശീയ ദുരന്തം എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച, അതായത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഈ ഒരു നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചെങ്കിൽ രക്തസാക്ഷികളുടെ രാജകുമാരൻ അല്ലെങ്കിൽ രക്തസാക്ഷികളിൽ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് ആണ്. ആരാണ്? ഭഗത് സിംഗ്. നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപക സെക്രട്ടറി ഭഗത് സിംഗ് ആണ്. സ്ഥാപിച്ചതും ഭഗത് സിംഗ് ആണ്. നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഭഗത് സിംഗ്, സ്ഥാപക സെക്രട്ടറിയും ഭഗത് സിംഗ് ആണ്. ഇനി വൈ ഐ ആം ആൻ എത്തിസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ഭഗത് സിംഗ് ആണ്. വൈ ഐ ആം ആൻ എത്തിസ്റ്റ്, വൈ ഐ ആം എത്തിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിരിക്കുന്ന ആരാണ്? ഭഗത് സിംഗ് ആണ്. നിരീശ്വരവാദിയായി തീർന്ന വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. നിരീശ്വരവാദിയായി തീർന്ന വിപ്ലവകാരി എന്നറിയപ്പെടുന്നതും ഭഗത് സിംഗ് ആണ്. ഇനി ലാഹോർ ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി ആരായിരുന്നു ചോദിച്ചാൽ അതും ഭഗത് സിംഗ് ആണ്. ലാഹോർ ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി അതും ഭഗത് സിംഗ് ആണ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് ആണ്. ഷഹീദ് ഇ അസം എന്നും ഭഗത് സിംഗ് അറിയപ്പെട്ടിരുന്നു. ഇനി 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബടുകേശ്വർ ദത്തിനൊപ്പം ബോംബ് പൊട്ടിച്ചത് ഭഗത് സിംഗ് ആണ്. 1929 എന്ത് ചെയ്തു? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പോയിട്ട് എന്ത് ചെയ്തു? ബടുകേശ്വർ ദത്തിനൊപ്പം ബോംബ് ഇട്ട് പൊട്ടിച്ചു. അതാണ് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 1923 മാർച്ച് 23 എന്ത് ചെയ്തു? ഭഗത് സിംഗിനെ തൂക്കിലേറ്റി. ഈ ഭഗത് സിംഗിന്റെ കൂടെ 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടവരാണ് രാജ്ഗുരുവും സുഖ്ദേവും. ഭഗത് സിംഗിന്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ടവരാണ് രാജ്ഗുരുവും സുഖ്ദേവും. അതുപോലെ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി അത് ഭഗത് സിംഗ് ആണ്. ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ആണ്. ആരാണ് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്? അത് മുഹമ്മദ് ഇക്ബാൽ ആണ്. എന്നാൽ ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സൺ എന്ന പോലീസുകാരനെ വധിച്ച വ്യക്തിയും ഭഗത് സിംഗ് ആണ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സൺ എന്ന പോലീസുകാരനെ വധിച്ചതാരാണ്? അതും ഭഗത് സിംഗ് ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയുമാണ് ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ, 7 ചോദ്യങ്ങൾ, ഒട്ടനവധി പോയിന്റുകൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. വ്യക്തമായി തന്നെ ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. കാരണം നമ്മൾ ഓൾറെഡി പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ പാർട്ട് 2ലേക്ക് വരിക. എല്ലാ ചോദ്യങ്ങളും അതിനനുസരിച്ച് പ്രാധാന്യമുള്ളവയാണ്. ഈ ചോദ്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നവയാണ്. ഇതിലെ ഓപ്ഷനുകളിലെ വസ്തുതകൾ വീണ്ടും ഒരു ചോദ്യമായി തീരാനും സാധ്യതയുള്ളവയാണ്. അതുകൊണ്ട് വ്യക്തതയോടെ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇനി നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ 7306662334 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. LDC, അതുപോലെ യൂണിവേഴ്സിറ്റി LGS, ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സുകൾ, ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മളിപ്പോ പെയ്ഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ, അതായത് പരീക്ഷയിൽ വരാൻ സാധ്യത കൂടിയ ചോദ്യങ്ങൾ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം?
ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കമന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് കൂടി ഇത് ഉപകാരപ്പെടട്ടെ. ഓക്കെ, അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്